DS നമ്മുടെ പ്രണവ് മോഹൻലാൽ നായകനാകുന്ന രാഹുൽ സദാശിവൻ സിനിമ അതിന്റെ ഒഫീഷ്യൽ റിലീസ് ട്രെയിലറും ഒഫീഷ്യൽ ട്രെയിലറും ടീസറും ഒക്കെ വന്നതാണ്. റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞ ഒരു ട്രെയിലറോട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ട്രെയിലർ പ്രസന്റേഷൻ ഇതിന്റെ അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ട്രെയിലർ പ്രസന്റേഷൻ ടീസർ അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അല്ല വന്നതിനെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്സ്. അതാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു ഒക്ടോബർ 31 ഈ സിനിമ റിലീസാകുന്നത്. ഒരു 100% പറയാൻ പറ്റുന്നത് പക്ക ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിരിക്കും. തിയേറ്ററിൽ കാണാൻ ഇതിന്റെ എസ്പെഷ്യലി സൗണ്ട് മിക്സിങ് അങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ക നിങ്ങൾക്ക് ഒരാൾക്ക് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് പറയണം. ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ആൻഡ് എസ്പെഷ്യലി ഇതിന്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ വേറെ ലെവലാവുന്ന ഈ ഒരു ടീസറുകളിൽ അല്ലെങ്കിൽ ട്രെയിലറുകളിൽ തന്നെ വ്യക്തമായതാണ്. പിന്നെ ഓഫ്കോഴ്സ് രാഹുൽ സദാശിവനാണ്, പുള്ളിക്കാരൻ്റെ ടെറിട്ടറിയാണ്. ഒരു ഭൂതകാലം വൈബാണ് എനിക്ക് അവിടെ ഇവിടെ അടിക്കുന്നത്. ബട്ട് ഇതിന്റെ എൻ്റെ ഒരു ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നവർ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഭയങ്കര എക്സാക്ട് കഥയല്ല, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തേക്കുന്നതായിരിക്കും. എന്നാൽ പോലും അത് ഭയങ്കര ക്യൂരിയസ് ആണ്. ഇതെന്താണ് പുള്ളി അത് തിയേറ്ററിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ളൊരു സാധ്യതയുള്ളൊരു സിനിമയാണ്. മറ്റ് കൊമേഴ്ഷ്യൽ സിനിമകൾ പോലെ അല്ലാതെ കുറച്ചുകൂടെ പെർഫോം ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണിത്. സോ നമ്മൾ അധികം അങ്ങനത്തെ ഒരു പ്രണവ് മോഹൻലാലിനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ഈ ഒരു പടത്തിൽ ആ ഒരു പ്രണവിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു ഒന്നും പറയാനില്ല, ഇത് ഓൾറെഡി ട്രെയിലർ ടീസറിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ക ഒരു തിയേറ്ററിക്കൽ അല്ലെങ്കിൽ തിയേറ്ററിൽ സിനിമ കാണണം എന്നുള്ള അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ എന്താണെന്നുള്ളതൊന്നും ഇതുവരെ മനസ്സിലാക്കാത്ത രീതിയിലാണ് ഈ വന്ന ട്രെയിലറുകളായിക്കോട്ടെ ടീസറുകളായിക്കോട്ടെ എല്ലാം വന്നിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക് വരൂ എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇതുവരെ അവർ തന്നിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രെയിലറിന്. അതിനകത്തും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത് തന്നെ വലിയൊരു കാര്യമാണ്. ഓൾറെഡി വന്ന ടീച്ചറുകളിലുള്ള പരിപാടികൾ കാണിക്കാതെ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ഒരു ഭയങ്കര സംഭവമായിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം.